നമസ്കാരം. ഇത് ആലുവ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള മാതാ മാധുര്യ തിയേറ്റർ കോംപ്ലക്സാണ്. ഈ തിയേറ്ററിൽ രണ്ട് തിയേറ്ററുകളാണ്, ഒരു മിനി തിയേറ്ററും ഒരു വലിയ തിയേറ്ററും. രണ്ട് തിയേറ്ററുകളിലായിട്ട് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ചൈന ടൗൺ, മാണിക്കക്ക, ഉറുമി നൂൺ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിയേറ്ററിൽ ക്യൂബ് സിസ്റ്റത്തിലും പഴയ പ്രൊജക്ടറിലും സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ വരുന്നത്, നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ കാണിക്കാൻ പോകുന്നത് പ്രൊജക്ഷനെ കുറിച്ചാണ്. തിയേറ്ററിൽ സിനിമ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു. ആലുവയിലെ മാതാ തിയേറ്ററിൻ്റെ പ്രൊജക്ടർ റൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രൊജക്ടർ റൂമിൽ പ്രൊജക്ടറുകൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. ഇപ്പോൾ ഇവിടെ ഒരു ചൈന ടൗൺ എന്ന് പറഞ്ഞ സിനിമയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രൊജക്ടറിൽ അല്ല ഇപ്പോൾ ആ സിനിമ ഓടുന്നത്. സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് ഡിജിറ്റലിയാണ് ഇപ്പോൾ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ പ്രൊജക്ടറാണിത്. 30 വർഷത്തെ പഴക്കമുണ്ട് ഈ പ്രൊജക്ടറിന്. 2 പ്രൊജക്ടറുകളുണ്ട് ഇവിടെ. ഈ സാധാരണ നമ്മൾ സിനിമ കാണിക്കുന്നത് 2 പ്രൊജക്ടറുകളിലായിട്ടാണ്. ഒരു പ്രൊജക്ടറിൽ ഒരു 2 റീലുകൾ ചേർത്തിട്ടുള്ള ഒരു ജംബോ റീൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അടുത്ത പ്രൊജക്ടറിലായിരിക്കും. ഒരു പ്രൊജക്ടർ കഴിയുമ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് ഇത് അടുത്ത പ്രൊജക്ടർ ഓൺ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മുൻകാലങ്ങളിലും ഇപ്പോഴും പ്രിൻ്റ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ പ്രൊജക്ടർ ഓപ്പറേറ്ററോട് സംസാരിക്കാം. നമസ്കാരം ചേട്ടാ. നമുക്ക് ആദ്യം ഇത് എങ്ങനെ ത്രെഡ് ചെയ്യണമെന്നൊന്ന് കാണിച്ചു തരാം. ഫിലിം ഇവിടെ ത്രെഡ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ഇത് ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും? ഇത് ക്ലോസ് ചെയ്യും. ഇത് ക്ലോസ് ചെയ്യും. ഈ ഫ്രെയിം കറക്റ്റ് ലെൻസിന് നേരെ വരും. ഇതായിരിക്കണം കറക്റ്റ് ഫിലിം. ഇതിൽ മുട്ടാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ ലിവർ കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ 2 ഭാഗങ്ങളായിട്ട് വരും സ്ക്രീനിൽ. ഇനി അടുത്ത് നമ്മൾ കാർബൺ വെക്കുക. കാർബൺ എവിടെയാണ് വെക്കുന്നത്? കാർബൺ ഇതാണ് കാർബൺ. ഈ സാധനമാണ് ഈ പ്രൊജക്ടറിനകത്ത് പോസിറ്റീവ് കാർബൺ. ഇത് കത്താണോ ചെയ്യുക? ഇത് കത്ത്, ഇത് നെഗറ്റീവ്. ഇത് രണ്ടും കൂടെ, ഇത് നെഗറ്റീവ് കാർബൺ, ഇത് പോസിറ്റീവ് കാർബൺ. ഇത് രണ്ടും ഈ പ്രൊജക്ടറിനകത്ത് ഇങ്ങനെ വെച്ച് മുട്ടും അല്ലേ? നമ്മൾ മുട്ടിച്ച് കൊടുക്കുമ്പോൾ ഇത് തമ്മിൽ സ്പാർക്ക് ചെയ്യും. ഫിലിം പ്രൊജക്ട് ചെയ്യാൻ ആവശ്യമായ വെളിച്ചം തരുന്നത് ഈ കാർബൺ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ, പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സ്പാർക്കിൽ നിന്നുണ്ടാകുന്ന വെളിച്ചത്തിലാണ് നമ്മൾ സിനിമ സ്ക്രീനിൽ കാണുന്നത്. ഇതെന്താണ്? ഇത് മിററാണ്. മിറർ. ആ മിററിൻ്റെ ഇതെന്താണ്? ഇതിൽ കത്തുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ അത് വെക്കിയതെന്ന് കാണിച്ചു തരാം സാർ. ഇത് പോസിറ്റീവ് കാർബൺ ആണ് അല്ലേ? പോസിറ്റീവ് കാർബൺ ആണ്. ഇത് നെഗറ്റീവ്. നെഗറ്റീവ് എവിടെ വെക്കും? നെഗറ്റീവ് ഇതിൻ്റെ ബാക്ക്. ഇത് തമ്മിൽ മുട്ടുമ്പോൾ സ്പാർക്കിങ് വരുമ്പോഴാണ് കാർബൺ കത്തുന്നത്. നെഗറ്റീവും പോസിറ്റീവും. ഇത് നെഗറ്റീവ് കാർബൺ, ഇത് പോസിറ്റീവ് കാർബൺ. ഇത് തമ്മിൽ ഈ നോബ് തിരിച്ചിട്ട് കൂട്ടിമുട്ടിക്കുമ്പോൾ സ്പാർക്ക് ഉണ്ടാവും. ആ സ്പാർക്കിൻ്റെ വെളിച്ചം ഇത് മിററാണ് അല്ലേ? ഈ മിററിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ട് ഇതിനുള്ളിലൂടെ ഈ ഷട്ടർ പൊക്കി കഴിഞ്ഞ് ഇതിനുള്ളിലൂടെ ആ വെളിച്ചം ഫിലിമിൽ പതിയും. അത് ഫിലിമിന് സ്ക്രീനിലേക്ക് ലെൻസ് വഴി വലുതായി പ്രൊജക്റ്റ് ചെയ്യും. ലെൻസാണിത്. ഇതല്ലേ ലെൻസ്? ഇത് എന്ത് ലെൻസാണ്? സ്കോപ്പൻ്റെ ലെൻസ്. ഇതിലൂടെയാണ് ഇതിനകത്ത് സ്പാർക്ക് ചെയ്യുന്ന ലൈറ്റ് മിററിൽ റിഫ്ലക്റ്റ് ചെയ്ത് ആ ലൈറ്റ് ഇതിനകത്തൂടെ ഈ ഷട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ ഫിലിമിലേക്ക് പതിഞ്ഞ് ആ ഫിലിമിനെ എൻലാർജ് ചെയ്യുന്ന ലെൻസ് ഇതാണ്. ഈ ലെൻസിലൂടെയാണ് ഇത് സ്ക്രീനിലേക്ക് പതിയുന്നത്. കോവ അനമോർഫിക് 35 എന്നാണ് ഈ ലെൻസിൻ്റെ പേര്. ഇത് ഫോട്ടോഫോൺ പ്രൊജക്ടറാണ്.